Dad, what is this? ഇത് ഈന്തപ്പന. ഇതെന്നാ നിനക്ക് നോക്കിയിട്ട് മനസ്സിലായില്ലേ? What's it? Indapana. You don't know ഈന്തപ്പന മോളു? ലാസ്റ്റ് വീക്ക് നമ്മൾ മേടിച്ചില്ലേ, the long black sweet with നീളത്തിൽ കുരു. That is ഈന്തപ്പന. This look like a Dubai coconut tree. കേട്ടോ? Dad, I thought we were buying a real Christmas tree this time. പിന്നെ റിയൽ ക്രിസ്മസ് ട്രീ. കാശ് കൊടുത്ത് കടിക്കണ പട്ടീനെ മേടിച്ചെന്ന് പറഞ്ഞാലേ നിങ്ങളും മമ്മിയും കൂടെ ചെന്നേ കഴിഞ്ഞ വർഷം ഒരു റിയൽ ട്രീ പോയി വെട്ടിക്കൊണ്ട് വന്നില്ലേ, അതും $70 മുടക്കി. എന്നിട്ട് ക്രിസ്മസിന്റെ അന്ന് രാവിലെ ഏറ്റു നോക്കിയപ്പം അത് ഒരു വസന്ത പിടിച്ച കോഴിയുടെ കൂട്ട് വാടി നിൽക്കണു. ഇല മുഴുവൻ താഴെ വീണ്. എന്ത് കഷ്ടപ്പെട്ട അതല്ല ഞാൻ വലിച്ചു വാരി ദൂരെ കളഞ്ഞതെന്ന് എനിക്കറിയാം. ഇനിയിപ്പോൾ റിയലൊന്നും വേണ്ട, ഇതൊക്കെ മതി. That was because, Dad, you didn't buy a proper stand for it. പിന്നെ ഇനിയിപ്പോൾ $25 മുടക്കി അതിന്റെ സ്റ്റാൻഡ് മേടിക്കാത്ത എൻ്റെ കുറ്റം. വല്ല കാട്ടിലും ചെന്ന് ഇതൊക്കെ വെട്ടിക്കൊണ്ട് വരാൻ നിങ്ങൾക്ക് പറ്റും. പിന്നെ അതിന്റെ ചോട്ടിൽ വെള്ളം ഒഴിക്കണം. ക്രിസ്മസ് കഴിഞ്ഞാൽ തണുപ്പത്ത് ഇത് പൊക്കിക്കൊണ്ട് പോയി ഗാർബേജിൽ കൊണ്ട് കളയണം. ഇതൊക്കെ എൻ്റെ പണിയാ അല്ലേ? അല്ല, ഈ ട്രീക്ക് ഇപ്പം എന്നാ ഒരു കുഴപ്പം? First of all, Dad, this is not a Christmas tree. It's a Christmas plant. പ്ലാന്റ് എങ്കിൽ പ്ലാന്റ്. ഇതിനിപ്പോൾ എന്നാ ഒരു കുഴപ്പം? നിനക്ക് 5 വയസ്സുള്ളപ്പോൾ മേടിച്ചത്. കഴിഞ്ഞ വർഷം വരെ ഇത് വെച്ചല്ലേ നമ്മൾ ക്രിസ്മസ് കഴിച്ചേ. ഇതിപ്പോ സന്ധ്യ ആകുമ്പോ ഇതിലെ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ എന്തൊരു ശേല ഇത്. എന്റെയൊക്കെ കുട്ടിക്കാലത്തുണ്ടല്ലോ ആ പടിക്കിൽ നിൽക്കുന്ന ഒരു ഒട്ടുമാവുണ്ട്, അതേലാർന്ന് ഞങ്ങളുടെ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ. നിങ്ങൾക്ക് ഇതെങ്കിലും ഉണ്ടല്ലോ. There he goes again with that Ottomava story. God, I'm tired of hearing this. ഓ, അവൻ ഇഷ്ടപ്പെട്ടില്ല. നീ അങ്ങ് ചെല്ല്. എടാ, ഇക്കോണമി ഒക്കെ മോശ. ഈ കൊല്ലം കൂടി നമ്മൾ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്ത കൊല്ലം നോക്കട്ടെ. ആ കേട്ടോ മോളെ, ഡാഡിയുടെ ഒക്കെ കുട്ടിക്കാലത്ത് ഡാഡി പറഞ്ഞല്ലോ ഒട്ടുമാവല്ലേ, ഡിസംബർ 1 ആയാൽ അയ്മനം കവലയിലെ കവിതാ സ്റ്റോഴ്സിൽ പോയി ഒരു 2-3 നക്ഷത്രവും ഒരു ബൾബ് മാലയൊക്കെ ഇങ്ങ് മേടിക്കും. എന്നിട്ടത് ഞാനും ചേട്ടനും കൂടി ആ ഒട്ടുമാവിൻ്റെ മുകളിൽ കയറ്റി വെക്കും. കോട്ടയം ടൗണിൽ പോയി ഒരു 3-4 ആടും പശുവും ഒക്കെ മേടിച്ചിട്ടുണ്ട് നല്ലൊരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കും. അന്നൊക്കെ എന്നാ സ്നേഹമായിരുന്ന ആളുകൾ തമ്മിൽ, അയൽക്കാരൊക്കെ ഓടി വരും പുൽക്കൂട് കാണാൻ. ഇന്ന് സ്നേഹം പോയിട്ട് മണ്ണാങ്കട്ട ക്രിസ്മസ് ട്രീയുടെ അടിയിലേക്ക് കുറെ പൊതി പൊതിഞ്ഞു വെക്കും. തത്തേ തള്ളെ മേടിക്കണത്. എന്നിട്ട് ക്രിസ്മസിന്റെ അന്ന് അത് വലിച്ചു കീറി അവിടെ ഇവിടെ ഇടും. അന്നേരം ഒന്ന് ചിരിക്കും. Dad, we have heard this story a million times. We need a real Christmas tree. എന്റെ മാനെ, അവന് ബോധമില്ലാതെ വല്ലതും പറഞ്ഞു നടത്തോണ്ട് നീ ഇങ്ങോട്ട് ഇങ്ങനെ തുടങ്ങാതെ. ക്രിസ്മസിന് ഇനി 2-3 ദിവസമോടെ ഉള്ളൂ. അതിനു മുമ്പ് ഇനിയിപ്പോൾ ഈ $17 മുടക്കി റിയൽ ട്രീ മേടിക്കേണ്ട കാര്യമുണ്ടോ? പോട്ടെ, ആ $7 എൻ്റെ മാനി ഞാൻ വല്ല ഗിഫ്റ്റ് മേടിച്ച് തരാം കേട്ടോ. അല്ല, ഈ ട്രീക്ക് ഇപ്പം എന്നാ ഒരു കുഴപ്പം? കൊച്ചിത്തെ ലൈറ്റ് ഇട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ എന്നാ ശേലാന്നറിയാവോ? ദാടി ഇതേ ലൈറ്റ് ഇട്ട് കാണിക്കാം, കൊച്ചു നോക്കിക്കോ കേട്ടോ. Daddy, ഇത് പകുതിയേ ലൈറ്റ് ചെയ്യണുള്ളൂ. അതേ, നമ്മൾ 50% ഓഫ് ഉള്ളപ്പോൾ മേടിച്ച മാലയല്ലേ, അതുകൊണ്ടായിരിക്കും. ആ, ഇത് പോരാറ്റം മുതൽ കത്തി വരണ്ടേ? ഇത്രയും നീളമുള്ള മാലയല്ലേ, നമുക്ക് ഇച്ചിരി വെയിറ്റ് ചെയ്യാം. അതെ, ഞാൻ പുറത്തേക്കൊന്ന് പോവുക. ഇനിയിപ്പോൾ ക്രിസ്തുമസിന് ആർക്കും ഗിഫ്റ്റ് മേടിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. നിങ്ങൾക്കൊക്കെ എന്നാന്നാ പറഞ്ഞാലേ ഞാൻ മേടിച്ചുകൊണ്ട് വരാം. പിന്നെ മത്സരിച്ച് ഓർഡർ തന്നേക്കരുത്. ഇക്കോണമിയൊക്കെ വളരെ മോശമാണ്. നിനക്ക് എന്നാടി വേണ്ടേ? എനിക്കൊരു കോച്ച് ബാഗ് വേണം. അത് അച്ഛൻ മേടിച്ചാൽ ശരിയാകില്ല, അതുകൊണ്ട് ഞാൻ തന്നെ മേടിച്ചോളാം. നിനക്ക് എന്നാണ് വേണ്ടേ? I want an iPod Touch. ഐപാഡോ? 2 വർഷം മുമ്പ് നിനക്ക് ഞാൻ ഒരെണ്ണം മേടിച്ചു തന്നില്ലേ? But that's not touch. അതെന്നാ ടച്ചാ മേലാത്തത്? മേടിച്ചപ്പോൾ നീ എപ്പോഴും ടച്ച് പറഞ്ഞല്ലോ. ടച്ച് നീ അതിൻ്റെ ഉള്ള ഇത് പോയോ കളഞ്ഞോ? അതെങ്ങനെയാ? പണത്തിൻ്റെ വില മനസ്സിലാക്കണ്ടേ? ഐപാഡ് ടച്ച്. ഐപാഡ് ടച്ച് 1. കൊച്ചിന് എന്നാടി വേണ്ടേ? What's my budget? Okay, Matt's iPod Touch is $200. Then plus the Christmas tree is $70. So can I buy my gift for $270? 270 എൻ്റെ മാള് നിർത്തണ്ട. ഞാനൊരു കാര്യം പറയാം. അപ്പുറത്തെ വീട്ടിലെ പോളങ്ങളുണ്ടല്ലോ, ഈ സമ്മർ ആകുമ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പുറക്കി പുറത്ത് വെച്ച് വിൽക്കണ കണ്ടിട്ടില്ലേ? കാശ് നന്നായിട്ട് കിട്ടും പുള്ളിക്ക്. അതുപോലെ ഡാഡിയെ നിങ്ങൾ 2 പേരും കൂടെ പുറത്തിറക്കി വെച്ച് അങ്ങ് വിൽക്ക്. എന്നിട്ട് കിട്ടണ കാശിന് എന്നാ അങ്ങ് മേടിയില്. I don't think anyone would buy you. ഏതായാലും പ്രാക്ടീസ് ഇവിടെ വെച്ചത് നന്നായി. ഇന്നലെ എനിക്ക് നൈറ്റ് ആയിരുന്നു,
അത് കഴിഞ്ഞ് രാവിലെ വന്ന് കിടന്നൊന്ന് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് ഒരു കേക്കും ഒക്കെ ബേക്ക് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു എനിക്ക്. എന്നാലും റിൻസിക്ക് ഈ ബേക്കിങ്ങിനൊക്കെ ഇപ്പോഴും നല്ല ഇൻട്രസ്റ്റ് ആണല്ലോ, സമ്മതിച്ചിരിക്കുന്നു. വർഷത്തിൽ ഒരിക്കൽ ക്രിസ്മസിന് ഒരു കേക്ക് ബേക്ക് ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ എനിക്ക് മനസ്സിലാകാത്ത ഷൈനിക്ക് ഇതിനൊക്കെ എവിടുന്നാ സമയം എന്നാ? അത് ശരിയാ, ഷൈൻ ചേച്ചിക്ക് എവിടെ നിന്ന് എത്ര സമയം? പിള്ളേരുടെ കാര്യവും ജോലിക്കാര്യവും പിന്നെ വീട്ടിലത്തെ കാര്യമെല്ലാം കഴിഞ്ഞിട്ട് ദൈവമേ, ഷൈൻ ചേച്ചി ഇല്ലാത്ത കമ്മിറ്റി വല്ലതും ഉണ്ടോ? മലയാളി അസോസിയേഷൻ, നേഴ്സസ് അസോസിയേഷൻ, പിന്നെ പള്ളി കമ്മിറ്റി, ഇതിനെല്ലാത്തിനും കൂടെ ദൈവമേ എവിടെ നിന്നാണോ സമയം? അത് ജേക്കബ് അടുക്കള കാര്യങ്ങളൊക്കെ അങ്ങ് സഹായിച്ചോളൂന്നേ. പിന്നെ ജേക്കബിന്റെ അമ്മയുണ്ട് ഇപ്പം. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതല്ല, ഇപ്പം തന്നെ ഈ ക്രിസ്മസ് കാരോളിൻ്റെ കാര്യം ഒന്ന് എടുത്തു നോക്ക്. എല്ലാത്തിലും ഷൈന് തന്നെ വേണം മുന്നിൽ. അച്ഛനാണെങ്കിൽ പറയുന്നത് ഷൈന് തന്നെ ചെയ്താലേ ഉള്ളൂ ഈ കരോള് ഭംഗിയാവുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്തോ ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിട്ടല്ലേ ഇത്. അല്ല, നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ പ്രാക്ടീസ് ഇതുവരെ നടന്നില്ലല്ലോ. ആ ബുക്കുണ്ടോ കയ്യിൽ? ചേച്ചി, ഇത് പുതിയ ബാഗ് ആണല്ലോ. ഇത് കോച്ചിന്റെ ബാഗാ. $500 വില ഉണ്ടേന്ന്. ജേക്കബ് എനിക്ക് ക്രിസ്മസിന് ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നു. എൻ്റെ വേറെ 2 ബാഗ് കണ്ടിട്ടില്ലേ, അതും കോച്ച് തന്നെയാ. ഞാൻ ഇതെനിക്കിൻ്റെ സ്റ്റൈൽ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതേ ഉപയോഗിക്കാറുള്ളൂ. അത് ശരിയാട്ടോ, കോച്ചിന്റെ ബാഗാണ് ഒരു പ്രത്യേക രസമാണ്. ഇപ്രാവശ്യം ക്രിസ്മസിനെ ഫ്രെഡി എനിക്ക് ഡയമണ്ട് റിങ്ങാ മേടിച്ചിരിക്കണേ. എന്നെ കാണിക്കാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. പക്ഷെ എവിടെയൊക്കെ ഒളിപ്പിച്ചാലും ഞാൻ കണ്ടുപിടിക്കാതിരിക്കോ? അല്ല, നമുക്ക് പ്രാക്ടീസ് ചെയ്യണ്ടേ? തുടങ്ങാം. ജീസസ് ജീസസ് എന്നുള്ള പാട്ട് നമുക്ക് ആദ്യം തുടങ്ങാം. അയ്യോ, ആരാ വീണത്? ഐസ് ഒന്ന് മാറ്റി, ഞാൻ കൊച്ചുകുഞ്ഞിനോട്. ഇവിടെ ആരും വീണില്ല, ഞങ്ങൾ പാട്ട് പ്രാക്ടീസ് ചെയ്തതാ. മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നീ എന്താ ഡ്രസ് ചെയ്യാത്ത? 12 മണിക്ക് നമുക്ക് കാരലിങ്ങിന് പോകേണ്ടതല്ലേ? പോയി ഡ്രസ് മാർക്ക് ചെയ്യേ. എനിക്ക് ഓരോ വീട്ടിൽ പോയി കാരൽ പാടാം. അതെന്നാ, കഴിഞ്ഞ വർഷം നീ ഞങ്ങളുടെ കൂടെ വന്നതാണല്ലോ. ഈ വർഷം എന്താ നിനക്കൊരു വിഷമം? Why are you staying away from all these community activities? ആക്ടിവിറ്റീസ് ഇതൊക്കെ വെറും ഷോയപ്പല്ലേടി. അവന് വയ്യെങ്കിൽ അവൻ പോകണ്ട, ഞാനും അവനും കൂടെ ഇവിടെ ഇരുന്നോളാം. നിങ്ങൾ പെണ്ണുങ്ങളൊക്കെ കൂടെ ചെന്ന് പാട്. അല്ല, ഇതിനായിട്ട് ഒരു കാർഡൊക്കെ. അത് ഗ്രെഗറി വന്നപ്പം വെച്ചിട്ട് പോയതാ. അവൻ അച്ഛനെ നോക്കി ഇതുവരെ കാത്തിരുന്നു. ഇപ്പൊ അവന് കാരലിങ്ങിന് സമയമായെന്നും പറഞ്ഞ് അവൻ അങ്ങോട്ട് പോയി. ഇക്കൊല്ലം അവനും കാരലിംഗ് ഉണ്ടോ? അപ്പൊ എത്ര ഗ്രൂപ്പ് വരും പോലും. ഹാപ്പി ക്രിസ്മസ് ഫാദേഴ്സ് ഡേ. ഇതെന്നെ ഫാദേഴ്സ് ഡേയുടെ അവിടെ വൈറ്റ് ഔട്ട് കൊണ്ട് വായിച്ചിട്ടുണ്ടല്ലോ. ഇതവൻ അവൻ്റെ അപ്പനെ ഫാദേഴ്സ് ഡേക്ക് മേടിച്ച കാർഡാ. അവനും ജീവിക്കാൻ പഠിച്ചു തുടങ്ങി. അത് നല്ല ആളുടെ നല്ല പഠിച്ചതും. പോരുന്ന വഴിക്ക് ഞാൻ ആ വാൾഗ്രീൻസിലൊന്ന് നിർത്തി. നീ പറഞ്ഞ ആ ബാഗ് ഞാൻ മേടിച്ചിട്ടുണ്ട്, നോക്കാം. ഇതെന്നാ? നീയല്ലേ പറഞ്ഞ കൊച്ചു ബാഗ് വേണമെന്ന്. ഇതിലും കൊച്ചു ബാഗ് ഒന്നും ഞാൻ അവിടെ കണ്ടില്ല. ഞങ്ങൾ വരാൻ വൈകിയോ? ഇല്ല ചാ, വാ വാ വാ. മെറി ക്രിസ്മസ്. ഇരിക്കട്ടെ, പോരെ. എന്താ ഇക്കൊല്ലം താനകത്ത് വല്ല പരിപാടി സൽക്കാരം വല്ലതും ഉണ്ടോ? അതെന്ത് ചോദ്യാച്ചാ? ക്രിസ്മസ് ആയിട്ട് ഞാൻ പിന്നെ വെറുങ്കയോടെ ഇരിക്കുമോ? എല്ലാ ബ്രാൻഡും മേടിച്ച് വെച്ചിട്ടുണ്ട്. സാർ അച്ഛൻ ഏതാ വേണ്ടതെന്നാ പറഞ്ഞാൽ ഞാൻ ഒന്നാം കൂട്ടാം. ഇതാ എന്നോട് തന്നെ ചോദിക്കണം. എടോ, ഈ ക്രിസ്മസ് കാലയളവിൽ മദ്യത്തിനോടുള്ള അമിതമായ ആസക്തി പാടില്ല എന്ന് കഴിഞ്ഞ 3 വർഷം ക്രിസ്മസ് കുർബാനയ്ക്കിടയിൽ ഞാൻ പറയുന്നതല്ലേ. ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രിസ്തു പിറന്നതിൻ്റെ ആഘോഷമാണ്, അല്ലാതെ മനുഷ്യൻ കള്ള് കണ്ടുപിടിച്ചതിൻ്റെ ആഘോഷമല്ല. കഴിഞ്ഞ 3 വർഷമായി ക്രിസ്മസ് കുർബാനയ്ക്കിടയ്ക്ക് ഞാനിത് പറയുന്നതാ. അച്ഛൻ അങ്ങനെ പറയാറുണ്ടോ? എല്ലാ കുർബാനയ്ക്കും ഞാൻ വന്നതാ. ഇന്ന് വരെ അച്ഛൻ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അതെങ്ങനെയാ? അച്ഛൻ്റെ സംസാരം ഈ കുമ്പസാരക്കൂട്ടിലിരുന്ന് പിറുപിറുക്കണ പോലെയല്ലേ? ഒച്ചയെ പറയണം. ഞാൻ പറയാറില്ലേ നമ്മുടെ സൗണ്ട് സിസ്റ്റം ഒന്ന് മാറ്റണമെന്ന്. അതിനകത്തോടെ പറഞ്ഞാൽ ഒന്നും കേൾക്കാൻ മേല. അച്ഛൻ്റെ ഒച്ചയ്ക്ക് നല്ലത് നാട്ടിലെ കോളാമ്പി മൈക്കാ. നമുക്ക് ഒരെണ്ണം മേടിക്കാം. അത് ശരി, ഇപ്പം എൻ്റെ ശബ്ദത്തിനായി കുഴപ്പം. അതെങ്ങനെയാ? ക്രിസ്മസ് കുർബാനയ്ക്ക് വരുന്നത് തന്നെ ഓരോന്ന് വിട്ടോണ്ടാ ചിലരൊക്കെ. അരിക്കട്ടെ, തനിക്ക് വന്നേ. നമ്മുടെ ജോണിച്ചും കൂടെ ഉണ്ട്. വന്നപ്പോഴേ ഇച്ചിരി കഴിച്ചോണ്ടാണ് വന്നത്. പോയ വീടുകളിൽ നിന്നെല്ലാം ഓരോന്നടിച്ചു. താനായിട്ട് ഇവിടെ നിന്ന് ഇനി ഒന്നും കൊടുക്കരുത്. ഇനി 8-10 വീട്ടിൽ കയറാനുള്ളതാണ്. അവനൊന്നും ഞാൻ കുടിക്കില്ല, കാര്യമായിട്ട്. താനും വിശാലം ഫോമിലാണല്ലോ. അതിപ്പോൾ എൻ്റെ ഈ ക്രിസ്മസ് പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കണമെങ്കിൽ കലാബോധം ഉള്ളവർക്ക് ഒരെണ്ണം അടിക്കാതെ പറ്റുമോ?
എടോ അത് ബോധമുള്ളവർക്ക്. ഞാൻ തൻ്റെ കാര്യമാണ് ചോദിച്ചത്. ക്രിസ്മസ് ജോക്ക്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ ഒരു ശിശു ജനിച്ചു. അത്യുന്നതങ്ങളിൽ മഹത്വം, ഭൂമിയിൽ സമാധാനം, സന്മനസ്സുള്ള സമൃദ്ധി എന്ന് മാലാഖമാർ പാടി. ഓക്കെ, ലെറ്റ് us start. 1, 2, 3. ഇനി ഏത് പാട്ടാ പാടണ്ടേ? ജിംഗിൾ ബെൽസ് ആയാലോ? ജിംഗിൾ ബെൽസ് ഒന്നും വേണ്ട, നമുക്ക് വല്ല ഇംഗ്ലീഷ് പാട്ട് പാടാം. മറ്റേത് മടുത്ത് പാടി പാടി. അത് എടാ മോനെ, നിനക്ക് ആ പാട്ട് അറിയാമല്ലോ, വാ പാടിക്കോ. ഇതാ ടൈറ്റാനിക്കിലുള്ള പാട്ടല്ലേ? This is not a carol. അതൊന്നും സാരമില്ല മോനെ, ഇടയ്ക്ക് ജീസസ് ജീസസ് എന്ന് ആഡ് ചെയ്ത് വെച്ചാൽ മതി. വാ പാടാം. Every night, my Jesus, I see you, I feel you. That's the way I know you, Jesus. Far across the distance, Jesus, dear Jesus, you have come to show us go on. Every night I see you, I feel you. That's the way I know you, Jesus. ഇതെന്നാ പാട്ടാടാ? ഒരു സെറ്റ് വന്നങ്ങ് പോയതേ ഉള്ളൂ, അടുത്ത സെറ്റ് ദേ ഉടനെ തുടങ്ങി. ഇനി എത്ര സെറ്റ് വരാൻ കിടക്കണ്? അല്ല ഇതെന്നാ നോയമ്പാന്ന് പറഞ്ഞിട്ട്? ഞാൻ നൊയമ്പങ്ങ് മുറിച്ചു. ഇങ്ങനത്തെ പാട്ടൊക്കെ കേട്ടാലേ എങ്ങനെയാടാ ഒരു 100 മില്ലി അടിക്കാതിരിക്കുക? അത് തമ്പരാൻ കർത്താവ് അങ്ങ് പുറത്തോളൂ. അല്ല, ഈ പാട്ടെന്നൊക്കെ പറഞ്ഞാലേ ഒരു പ്രാക്ടീസ് പോലെ ഇല്ലടാ. അതുമല്ല, ക്രിസ്മസ് പാപ്പയെ ഒന്ന് നോക്കി മെലിഞ്ഞുണങ്ങിയിരിക്കുന്നു. നമ്മൾ അവരുടെ പാട്ട് കേട്ടൊന്നും കേൾക്കണ്ട, രൂപ കൊടുത്ത് വിട്ടേക്കുക. പിന്നെ പാപ്പാടെ കാര്യം, ഇക്കൊല്ലം ഇത്രയെങ്കിലും ഇറച്ചി മേത്തുണ്ടല്ലോ, അടുത്ത കൊല്ലാകുമ്പോ പാപ്പാടെ ഷേപ്പ് നോക്കൂ. എക്കോണമി മോശ. ആന്റെ അടുത്ത കൂട്ടർ വരുന്നുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്യടാ, ലൈറ്റ് ഓഫ് ചെയ്യാം. ക്രിസ്മസ് കരോളെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പിരിവുണ്ടോ? ഇത് എത്രാമത്തെ കൂട്ടരാ വരുന്നത്? ഇതായി ഫേമസ് ആയാലത്തെ കുഴപ്പം. ആരും മിണ്ടരുത്. ഇങ്ങനെ ഉണ്ടോ ഏമ്പൊക്കം? ജോർജ് ജോർജ് ഹലോ ഹലോ, ഇത് ഞാനാ, ചാക്കോ. അകത്തുണ്ടായിരുന്നോ? ഇപ്പൊ ഉറങ്ങിയേനെ. ദേ, ഞാൻ കരോളുകാരുമായി പഠിക്ക് വന്ന് നിപ്പുണ്ട്. എന്നിട്ട് നീ എന്തിയാ വെല്ലടിക്കാത്തെ? കേറി പോരെ. ആ, എല്ലാരും വാ. ജോർജ് ഉറങ്ങിയിട്ടില്ല, വാ വാ. ലൈറ്റ് കിട്ടോട്ടാ കൊച്ചെ, വെറുതെ തട്ടി വീഴണ്ട. എടാ നീ അത്തെ പിടിച്ചോണ്ടിരിക്കാതെ ജനലീക്കട് നോക്ക്, ആരെങ്കിലും വരുന്നുണ്ടോന്ന്. ഓ, കരോളെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പിരിവുണ്ടോ? ഇതിപ്പോ എത്രാമത്തെ കൂട്ടറായി വരുന്നേ? എൻ്റെ ദൈവമേ, തന്നെയല്ല ക്രിസ്മസിന് മേടിച്ച് വെച്ച സർവ്വ കുപ്പിയും തീർന്നു.
ദേ ക്രിസ്മസ് അപ്പൂപ്പന്റെ തൊപ്പി ഇവിടെ ഇട്ടു പോയിരിക്കുന്നു, മുഖം മൂടി. അല്ല കൊച്ചുനെ, ഈ നാട്ടിലെ യാതൊരു ബോധമില്ലാത്തതിനൊക്കെയാണോ ഈ ക്രിസ്മസ് പാപ്പയായിട്ട് നടക്കുന്നത്? ബോധമില്ലാത്തവരൊന്നും അല്ല. കഴിഞ്ഞ 2 കൊല്ലം ഞാനല്ലായിരുന്നോ ക്രിസ്മസ് അപ്പൂപ്പൻ? Dad, there's more people in the front yard. They're coming. ലൈറ്റ് ഓഫ് ചെയ്യടാ, ലൈറ്റ് ഓഫ് ചെയ്യടാ. ലൈറ്റ് ഓഫ് ആക്കിയല്ലോ അവർ നമ്മളെ കണ്ടുപിടിക്കും. അയ്യോ, ഇനിയിപ്പോ എങ്ങനെയാ, എന്നാ ചെയ്യും? ഇവിടുന്ന് ഒന്ന് മൂങ്ങണ്ടേ? എടാ, മാവേലി തിയേറ്ററിൽ എന്നാടാ ഇപ്പൊ സിനിമ ഓടണേ? No clue. നോക്കളു എങ്കിൽ നോക്കളു. കേട്ടിട്ട് പോലുമില്ല, കണ്ടേക്കാം. വാ, പെട്ടെന്ന് റെഡിയാ പോവാ. അതെങ്ങനെയാ? അവർ ഓൾറെഡി ഫ്രണ്ടിലെത്തി. നമ്മളെങ്ങനെ പുറത്ത് ഇറങ്ങും? ഇനിയിപ്പോ എന്നാ ചെയ്യാ? അങ്കളെ, ഇതാണോ വീട്? പള്ളിയിൽ നിന്ന് കിട്ടിയ അഡ്രസ്സ് വെച്ച് ഇത് തന്നെയായിരിക്കും. 24 സെൻട്രൽ അവന്യൂ. ഇത് തന്നെ. രാജാവിന്റെ രാജാവെഴുന്നള്ളുന്നു, ദേവന്റെ ദേവൻ എഴുന്നള്ളുന്നു, മലർ വീതിയൊരുക്കി മാലാഖമാർ, പുൽമെത്ത വിരിച്ചു ഇടയന്മാർ. ഹല്ലേലൂയ. അല്ല ചേട്ടന്മാരെ, ഈ ജോർജ് തെക്കമ്പട്ടിൽ എങ്ങനെയാ? പുള്ളി വളരെ നല്ല മനുഷ്യനാ. അതല്ല ഞാൻ ചോദിച്ചത്, പാട്ട് പാടിയ പോലും തടയോ? ഞങ്ങൾ 3 പേര് പാടിയിട്ട് പുള്ളി $200 തന്നു. അപ്പൊ നിങ്ങൾ 5 പേരില്ലേ, അതിൽ കുറയാ തരും. ചെന്ന് നോക്ക. രാജാവിന്റെ രാജാവെഴുന്നള്ളുന്നു, ദേവന്റെ ദേവൻ എഴുന്നള്ളുന്നു, മലർ വീതിയൊരുക്കി മാലാഖമാർ, പുൽമെത്ത വിരിച്ചു ഇടയന്മാർ.